മുൻപ് കാണിച്ചിരുന്നൊരു കുരുവിക്കൂടുണ്ടല്ലോ, ആ കൂട് മുഴുവനായി കേട്ടോ. ഇപ്പോൾ അത് നോക്കുമ്പോൾ അതിനകത്ത് മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് വിരിയുന്നത് വരെ നമുക്കൊന്ന് കാത്തു നിൽക്കാം. ഇതാണ് നമ്മുടെ പണി കഴിഞ്ഞിട്ടുള്ള കുരുവിക്കൂട്. ഇതെല്ലാം കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. റാഗി ഇഡ്ഡലിയും ഉണ്ട് കേട്ടോ. റാഗി ഇഡ്ഡലി വാപ്പാക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതൊരു നൊസ്റ്റാൾജിയൻ്റെ പുറത്തെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ ഐസുകാരനെ കണ്ടപ്പം എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. എല്ലാ ഞായറാഴ്ചകളിലും ഐസ് തലങ്ങും വിലങ്ങും 2-3 വണ്ടികളായിട്ട് വരും. അതിനിടയ്ക്ക് വീടിൻ്റെ ഒരു സൈഡിലായിട്ട് വിറക് പൊളിക്കുന്നുണ്ടായിരുന്നു. മെഷീൻ വെച്ചിട്ട് പൊളിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അതൊരു കൗതുകം പോലെ നോക്കി നിന്നു. പിന്നെ ജ്യേഷ്ഠത്തിമാരെല്ലാവരും കൂടിയൊരു ദിവസമാണ്. അങ്ങനെ നമ്മൾ ഒരു നല്ലൊരു അടിപൊളി ദം ബിരിയാണിയും വെച്ചു. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കായ്പോളയാണ്. അതിനായിട്ട് 5 വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നേന്ത്രപ്പഴത്തിനെ ചതുര കഷ്ണങ്ങളാക്കി നെയ്യിൽ കാഷ്യൂ നട്ട്സും ഈ ഒരു നേന്ത്രപ്പഴവും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇനി മിക്സിയുടെ ജാറിലേക്ക് 3 കയ്യിൽ നിറയെ പഞ്ചസാര എടുത്തു. അതിനകത്തേക്ക് 6-7 ഏലക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 6 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം പഞ്ചസാരയും ഏലക്കായും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. അതിലേക്കാണ് നമ്മൾ 6 കോഴിമുട്ടയും പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. 2 ടേബിൾ സ്പൂൺ അല്പം വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വഴറ്റി എടുത്തിട്ടുള്ള നമ്മളുടെ നേന്ത്രപ്പഴത്തിലേക്ക് ഞാൻ ഡയറക്റ്റ് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ച് അതിനകത്തേക്ക് നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് മിക്സാക്കിയാലും മതി. ഇത് ഞാനൊരു എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നേന്ത്രപ്പഴത്തിലേക്ക് ഡയറക്റ്റ് ഈ മിക്സ് അങ്ങ് ഒഴിച്ചു മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തു. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നല്ല തിക്കായിട്ടുള്ള കായ്പോള റെഡിയായി. ഇനി ഒരു തട്ടിമ്പുറം നേരാക്കുന്ന പണിയിലായിരുന്നു കേട്ടോ. ആ സമയത്ത് കിട്ടിയ ഒരുപാട് ഐറ്റംസാണിത്. ഇത് ഞാൻ TTCക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 20 വർഷമായി കാണും. ആ സമയത്ത് കളക്ട് ചെയ്തിട്ടുള്ള ഫെതേഴ്സാണ്. ഒരുപാട് ഫെതേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു 5ാം ക്ലാസ്സിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോക്സാണ്. അതിനകത്ത് എന്താണെന്ന് അറിയാം, സ്റ്റാമ്പ്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയിട്ടുള്ളൊരു കത്ത്, പിന്നെ ഇതാ ഒരു ഗ്രീറ്റിംഗ് കാർഡ്. ഇങ്ങനെ ഓരോ ഐറ്റംസും കിട്ടുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോയ പോലെ കണ്ടോ. 5ാം ക്ലാസ്സിലെ ബോക്സാണ്. ഈ ഒരു ബോക്സ് ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഒരുപാട് ഇതുപോലുള്ള കാസറ്റുകളുടെ ഒരു കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ ശരിക്കും പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വർക്കാവുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തുള്ള ഒരു നോട്ട് പുസ്തകമാണ് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് ഇതുപോലെ ഒരു പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്.